ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോമിസിങ് ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സിനിമ സോഷ്യൽ മീഡിയയിലൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവും ട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നെഗറ്റീവും ഡീഗ്രേഡും കുറ്റം പറച്ചിലും ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ എടുത്തുകൂടെ, ഇങ്ങനെയല്ല അതല്ല ഇതല്ലെന്നൊക്കെ പറഞ്ഞൊരു ടോക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ സിനിമ ഒന്നുമില്ല, വർഷങ്ങൾക്ക് ശേഷം സംവിധാനം വിനീത് ശ്രീനിവാസൻ. ആദ്യം തന്നെ ഒരു കാര്യം പറയണം, വിനീത് ശ്രീനിവാസൻ എന്ന ഒരാൾ ഇത്രയും നാളെടുത്ത് വെച്ച സിനിമയിൽ ഏറ്റവും മോശം പടം, ഏറ്റവും മോശം കണക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഒരു ഡീഗ്രേഡിങ് പൊക്കിട്ടുന്ന പടമാണ് തിരയും ജേക്കബിൻ സ്വർഗരാജ്യം. അത് പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഇതാ ഈ ഒരു പടം ഏറ്റവും മോശം പടം. ഹൃദയം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഹിറ്റിന് ശേഷം ആ ഒരു കോമ്പിനേഷനിൽ കൂടെ വന്നൊരു പടമാണ് പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ കോംബോ. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരു ഡിസസ്റ്ററാണ്. ഒരു നിലവാരമില്ലാത്തൊരു പടം. വെറുതെ എല്ലാ ആൾക്കാർ ഇതിനായിട്ട് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വിനീത് ശ്രീനിവാസനൊക്കെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമോ? ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമോ എന്നുള്ള കാര്യമാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഒരു രീതിക്കും നിലവാരമില്ലാത്ത കാസ്റ്റിങ്, റോള്, തിരക്കഥ, സംഭവ ബഹുലമല്ലാത്ത കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ, പിന്നെ തീരെ നിലവാരമില്ലാത്ത കുറേ സീക്വൻസുകളും കാര്യങ്ങളും കൊണ്ട് സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ ഒരു മേക്ക് ഓവർ കാര്യങ്ങൾ, ഡയലോഗ് ഡെലിവറി, അല്ലെങ്കിൽ വരുന്ന ഓരോ സീൻ ബൈ സീനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റാത്തതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഇത്. ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ നോക്കുമ്പോൾ ഇതിലെന്ന എവരി സിംഗിൾ ക്യാരക്ടർ നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പ്രണവ് മോഹൻലാൽ, കല്യാണി, അശ്വന്ത്, ഇവരെല്ലാവരുടെയും അജു വർഗീസ് സാറിന് ഇവരെല്ലാവരുടെ റോള് അതാതെടുത്ത് പ്ലേസ്മെൻറ്റ് ഇതാണ് ഹൃദയം സിനിമ അവതരിപ്പിച്ച ആ ഒരു കോംബോ വെച്ച് പിന്നെ ഒരു സിനിമ എടുത്തതാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമ പറയുന്ന ഒരു ആശയങ്ങളും കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ എടുത്തേക്കുന്ന രീതിയും തിരക്കഥയുടെ ഒരു വീക്കാണ് ഈ സിനിമയ്ക്ക് ഇത്രയ്ക്ക് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി കാരണം. വല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഒരു കാര്യമാണ് ഈ സിനിമയെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത്. സംവിധാന മികവും കാര്യങ്ങളൊക്കെ നമുക്ക് സംവിധാനം ഓക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, പക്ഷേ ഒരു വീക്ക് തിരക്കഥയും കാര്യങ്ങളായിപ്പോയി. പിന്നെ എന്തിനാണ് ഈ സിനിമ എടുത്തെന്ന് ചോദിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഇങ്ങനൊരു പടം, അല്ലെങ്കിൽ ഈ സിനിമയോട് എന്ത് അർത്ഥമാക്കുന്ന ചോദിക്കേണ്ട. ഒരു നിലവാരമില്ലാത്ത ഒരു തിരക്കഥയും കാര്യങ്ങളും സീൻസൊക്കെ ആയിപ്പോയെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച വിഷയങ്ങളാവുന്ന ഒരു സംഭവം ട്രോളിൽ വന്ന് കയറുന്നതാണ് കല്യാണി പ്രിയദർശൻ്റെ ആ ഒരു ക്യാരക്ടർ. അതിൻ്റെ കുറച്ച് മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പരിഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും ട്രോളാകുന്നതും ആയ കാര്യങ്ങളാണ്. ഈ സിനിമ എന്താണ് ഇങ്ങനെ ഒരു സീക്വൻസിൻ്റെ കാരണം അറിയാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പം ഈ ഇത്രയും ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഏക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേക്ക് ഓവറും സീനുകളും ഒക്കെയാണ് ഇതിനെ ഏറ്റവും വലിയ നെഗറ്റീവാക്കി പോയത്. ധ്യാൻ ശ്രീനിവാസൻ, ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയത്തില്ല. ഇദ്ദേഹത്തിന് അഭിനയം പറ്റുന്ന പരിപാടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് പറ്റുന്ന അഭിനയത്തിൻ്റെ ചില ഇതൊക്കെ ഉണ്ട്. സംഭവ ബഹുലമായ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്കൊരു ഒരു വല്ലാത്തൊരു നായകനാണിത്. ഇദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുക കുഞ്ഞിരാമായണം അങ്ങനത്തെ റോളുകളോ അല്ലെങ്കിൽ അങ്ങനത്തേക്കാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വല്ലാതെ അങ്ങ് മോശമായിക്കളെ. ശ്രീനിവാസിൻ്റെ മകനൊക്കെയാണ്. ശ്രീനിവാസ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാർ നല്ലൊരു തിരക്കഥകൃത്താണ്, നടനാണ്, കാര്യങ്ങളൊക്കെയാണ്. ഇയാളെ ബ്രദർ വിനീത് ശ്രീനിവാസൻ നല്ല സംവിധായകനാണ്, നടനും കാര്യങ്ങളും സിംഗറൊക്കെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അഭിനയത്തിൻ്റെ ഒരു പകുതി പോലും തൊട്ടിട്ടുണ്ട് അയാൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ വേറെ കാഴ്ച ഇയാൾക്ക് അഹങ്കാരം, നല്ല അഹങ്കാരമുണ്ട് ധ്യാൻ ശ്രീനിവാസന്, നല്ല അഹങ്കാരമുണ്ട്. പുള്ളിക്ക് എന്തൊക്കെയോ കുറച്ച് ഫിലോസഫിയും കാര്യങ്ങളൊക്കെ യങ്സ്റ്റേഴ്സിനെ വഴിതെറ്റിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക്. തൻ്റെ ആശയങ്ങൾ മാത്രമാണ് വലുത്. യുവതലമുറയ്ക്ക് കൊടുക്കുന്ന കുറച്ച് മെസ്സേജുകളൊക്കെ ഇയാൾക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ തീരെ നിലവാരമില്ല. പിന്നെ വേറൊരു കാര്യം പറയും, ഈ സിനിമ ഇത്ര നെഗറ്റീവ് ആകാൻ വേണ്ടി പോയതും ട്രോളും കാരണം അനാവശ്യ കാസ്റ്റിംഗ് ആണ്. എന്തിനേറെ പറഞ്ഞ പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ കാസ്റ്റിംഗ് കംപ്ലീറ്റ് മാറ്റണം. പിന്നെ നിവിൻ പോളി, എന്താണ് നിവിൻ പോളി എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞൊന്ന് നിതിൻ മോളിയോ അങ്ങനെ എന്തോ ഒരു റോളൊക്കെ ഇട്ടാണ് വരുന്നതൊക്കെ. എന്തിനാണ് ഇതൊക്കെ സത്യം പറഞ്ഞത്? ഇതൊക്കെ ഭയങ്കര ഒരു ഷോ ഓഫായിട്ടാണ് തോന്നിപ്പോയത്. എന്തായാലും പടം എന്തായാലും ഏറി കയറുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഏറി കയറി ജനങ്ങൾ പരിഹസിച്ച് കൊല്ലുകയാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തും പറഞ്ഞുകൊണ്ട്. ഭയങ്കര ഒരു മോശം എന്ന് വെച്ചാൽ മോശത്തിൻ്റെ അപ്പുറമായിപ്പോയി ഈ ഒരു സിനിമ.
എടുത്ത് പറത്തൊക്കെ ഇതിക്കുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ഒരു എലമെൻ്റൊക്കെ ഓക്കെ, പക്ഷെ പിന്നെ പോകെ ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആയിപ്പോകുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവസാനമൊക്കെ എത്താകുമ്പോൾ എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത്, തീരെ നിലവാരമില്ലാത്ത പോക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും വിനീത് ശ്രീനിവാസൻ സംവിധായകൻ ഇങ്ങനെ ഒരു സംഭവം പറ്റുന്ന ആദ്യമായിട്ടായിരുന്നു. ഭയങ്കര മോശം. പക്ഷേ ഒന്നത്തെ കാര്യങ്ങൾ മേക്കിങ്, മേക്കപ്പ്, മേക്ക് ഓവർ, പിന്നെ തിരക്കഥ, പെർഫോമൻസും എല്ലാം കൊണ്ടും മോശം. സ്ക്രിപ്റ്റ് മോശം, സീൻ ബൈ സീൻസ് മോശം, എല്ലാം മോശം. അതാണ് ഈ സിനിമയ്ക്ക് പറ്റി. കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കാറ്. നിങ്ങളൊരു കാസ്റ്റിംഗ് കൊണ്ടുവരുമ്പോൾ ആ കാസ്റ്റിംഗ് ഒത്ത തിരക്കഥ വേണം ചെയ്യേണ്ടത്, അല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് പടം ഭയങ്കര മോശമായിപ്പോയി. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ 80 കോടിയോ കളക്ഷൻ നെക്കോടൊക്കെ ഇട്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ആ ഹൃദയം എന്നുള്ള ഒരു സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ആൾക്കാർ കയറി കണ്ടതായിരിക്കും. അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. എന്നിരുന്നാലും പടം നല്ല ഏറി കയറ്റുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഏറെ ട്രോളായി കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ക്യാമ്പയിനൊക്കെ എല്ലാവർക്കെതിരെയും പോകുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, കല്യാണിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ട്രോളും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കല്യാണിക്ക് എന്തായാലും നല്ല ഒരു ഏറി കയറുന്ന ഒരു പരിപാടി ആയിട്ടുണ്ട്. ഡാൻസിന് സ്ലിപ്പിനെ ആരും പറയാൻ വേണ്ടി പോകില്ല, കാരണം അതിനെ കളഞ്ഞ കേസാണത്. അതിനെ ഒന്നും പറയാൻ വേണ്ടി പോകില്ല. അപ്പോൾ വിനീത് ശ്രീനിവാസൻ ഇനിയെങ്കിലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. ക്യാരക്ടർ നോക്കുക, സ്ക്രിപ്റ്റ് വർക്ക് ശ്രദ്ധിക്കുക. ഏതൊക്കെ ഒരു പരാജയങ്ങളൊക്കെ ഒരാൾക്ക് വരും, പക്ഷേ ഇത് മനഃപൂർവ്വം വരുത്തി വെച്ചൊരു പരാജയമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇനി എടുക്കുന്ന സിനിമകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഏറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രോളാവുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റെങ്കിലും നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രണവ് മോഹൻലാലിനും വിനീത് ശ്രീനിവാസനും കല്യാണിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇപ്പോൾ ഏറിക്കറിയാൻ വേണ്ടി പോണ കാരണം. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയങ്ങളുള്ളതെന്ന് എനിക്ക് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.